റസൂലുള്ള പറയുന്നു, നിങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. നിങ്ങൾ ചെറുതെന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില പാപങ്ങളുണ്ടല്ലോ, ചില തെറ്റുകളുണ്ടല്ലോ, അത് നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ആ ചെറുത് മുഴുവനും അല്ലാഹുവിന് മനുഷ്യന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവൻ നരകവാസിയാ, അവൻ നശിച്ചവനാണ്, അവൻ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. പടച്ചവനെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തന്നതെന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഉരിദത് അലയ്യ അഅമാലു ഉമ്മതി ഹസനുഹാ വസയ്യുഹാ ഫവജദ ഫീഹി മുഹാസിന അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ നന്മയും തിന്മയും എനിക്ക് കാണിക്കപ്പെടുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്റെ സമുദായമുണ്ടല്ലോ, എന്റെ ഉമ്മത്ത് ചെയ്യുന്ന നന്മകളും തിന്മകളും മുഴുവനും എന്റെ മുന്നിൽ കാണിക്കപ്പെടും. എല്ലാ കാര്യങ്ങളും, ഈ പ്രസംഗിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് റസൂലുള്ള പറയുകയാ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് പോലും ഒരു പുണ്യകർമ്മമായി എന്റെ മുന്നിൽ കാണിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സമുദായം ചെയ്യുന്ന നന്മകളാകട്ടെ തിന്മകളാകട്ടെ, ഈ എല്ലാ കാര്യവും എന്റെ മുന്നിൽ മലക്കുകൾ കൊണ്ടുവന്ന് കാണിച്ചു തരും. ഈ സിറാജായ ഞാൻ ചെയ്യുന്ന നല്ലതും മോശവുമായ കാര്യങ്ങൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വഴിയിൽ ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്നത് നീക്കം ചെയ്യുന്നത് പോലും അത് നന്മയായിട്ടാണ് എനിക്ക് കാണിക്കപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കണം, പരിസ്ഥിതിയെ കുറിച്ച് മനസ്സിലാക്കണം. വല്ലാത്ത രോഗങ്ങളും പകർച്ചവ്യാധികൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ഇപ്പോ ഇന്നലെ മെലിഞ്ഞാന്ന് കണ്ടോ, പടച്ചവനെ എല്ലാവരും പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഒരു ചെടി നടുക, ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയാ. ഇത്ര തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒരു ചെടി നടുക, എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് ഫോട്ടോ ഇട്ടു, അൽഹംദുലില്ലാ. ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അത് പറിച്ചു കളയുന്ന വീഡിയോയും കാണാനുണ്ട്. മനസ്സിലാക്കണം, ഇതൊക്കെയാണ് പരിസ്ഥിതി സ്നേഹം. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് വാഹനം റോഡിലൂടെയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി പല സ്ഥലത്തും ക്യാമറ വെച്ചിരിക്കുക. എന്തിന്? വേസ്റ്റ് ഇടുന്നവരെ പിടിക്കാൻ, കള്ളനെ പിടിക്കാനല്ല. കള്ളനെയും കൊള്ളക്കാരനെയും പിടിക്കുന്നതിന് വേണ്ടിയല്ല ക്യാമറ വെച്ചിരിക്കുന്നത്. പമ്പേഴ്സ് ഉൾപ്പെടെ കൊണ്ടുവന്ന് കുട്ടികളുടെ വേസ്റ്റുകൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് പറമ്പിൽ തള്ളിയിട്ട് പോകുന്നു, റോഡിന്റെ ചാരത്ത് കൊണ്ടുവന്ന് തള്ളിയിട്ട് പോവാ. പട്ടി കലിച്ചു പറിച്ചുകൊണ്ട് അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, റോഡും വഴിയെ കൂടെ നടന്നു പോകുന്നവർ മൂക്കുപൊത്തിയിട്ട് നടന്നു പോകുന്ന അവസ്ഥ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, സഹികെട്ടിട്ട് അത് കൊണ്ടിടുന്നവനെ പിടിക്കാൻ വേണ്ടി ക്യാമറ വെക്കുന്ന കാലം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഹനത്തിൽ, പിന്നെ ചിലരൊക്കെ വാഹനത്തിൽ കൊണ്ടുവന്ന് എറിഞ്ഞിട്ട് ഒറ്റ പോക. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ദിമാത്തത്തുൽ അദാനി ത്വരീഖി സദഖ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഴിയിലുള്ള ഉപദ്രവം നീക്കൽ ധർമ്മമാണ്, അതിന് സദഖയുടെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സമുദായം പഠിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന റോഡിലൂടെ നടന്നു പോകുമ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി കിടക്കുന്ന ഒരു കല്ലുണ്ടല്ലോ, ഒരു കമ്പുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് അറിയാത്തത് കൊണ്ടാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ് പലരും കയറിയിരുന്ന പലതും പറയുന്നത്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുന്നു, സ്വഹാബാ, സ്വർഗ്ഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ സഹാബാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗം കണ്ടിട്ട് വന്നു. ആ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് പറഞ്ഞു കൊടുക്കുമ്പോ ആകാംക്ഷയോടുകൂടി മുത്തുനബി പറയുന്നത് മുഴുവനും കേട്ടുകൊണ്ട് അത്ഭുതത്തോടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി ചോദിക്കുന്ന സ്വഹാബാ, സ്വർഗ്ഗത്തിൽ എളുപ്പത്തിൽ പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ മുഴുവനും ചോദിക്കുകയാണ്, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? റസൂലുള്ളാഹി പറയുന്ന സ്വഹാബാ, ജനങ്ങൾക്ക് തടസ്സം കിടക്കുന്ന വടപടച്ചവനെ പ്രവാചകനവിടന്ന് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാനുള്ള വഴി പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്ത് കളയുന്നവരുണ്ടല്ലോ. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കല്ല് കിടക്കുന്നുണ്ട്, കമ്പ് കിടക്കുന്നുണ്ട്, കുപ്പിച്ചില്ലുകൾ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ജനങ്ങൾക്ക് വഴിയിലൂടെ നടന്നു പോകുന്നവർക്ക് തടസ്സമാകുന്ന എന്തെങ്കിലും വഴിയിൽ കിടക്കുന്നത് കണ്ടാ നിങ്ങളതെടുത്തു മാറ്റണേ, നിങ്ങളതെടുത്തു മാറ്റണേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സദഖയുടെ കൂലിയാ, സദഖ നൽകുന്ന കൂലിയാ, നിനക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, താടിയുള്ളവരുണ്ട്, തഴമ്പുള്ളവരുണ്ട്. പടച്ചവനെ വീട്ടിന്റെ പരിസരത്തിടാൻ കഴിയാത്തത് കാരണം അതാ പടച്ചവനെ റോഡിൽ കൊണ്ടുവന്ന് വേഷിടുന്നവരുണ്ട്. ജനങ്ങൾ പടച്ചവനെ ജനങ്ങൾക്ക് ഉപദ്രവമാകുന്നവർ ചെയ്യുന്നവരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അത് വലിയ പാപമായിട്ടാണ് പറഞ്ഞത്. ഇത് സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത്, ഇത് സൂക്ഷിക്കണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. പക്ഷേ നമ്മളിൽ പലരും അത് പരിഗണിക്കാറില്ലല്ലോ. ഹജ്ജ് ചെയ്തവനും തന്റെ വേസ്റ്റ് വാരിയിട്ട് അയൽവാസികളുടെ പറമ്പിലിടുന്ന കാലവാ. എന്റെ പ്രിയപ്പെട്ടവരെ, അയൽവാസികൾ പരസ്പരം മിണ്ടാറില്ല. എന്തേ എന്തിന്റെ പേരിലെന്നറിയുമോ? പടച്ചവനെ വേസ്റ്റ് വാരി അടുത്തവന്റെ പറമ്പിലിട്ടതിന്റെ പേരിൽ, വേസ്റ്റ് വാരി അടുത്തവന്റെ പറമ്പിലിട്ടതിന്റെ പേരിൽ പരസ്പരം മിണ്ടാത്ത അയൽവാസികളുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇടുന്നവൻ 5 നേരവും നിസ്കരിക്കും, വ്യാഴവും തിങ്കളും സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഉമ്മയാണ് വേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, വാരി അപ്പുറത്തിടും. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വഴിയിൽ ഉപദ്രവം നീക്കൽ പോലും ധർമ്മമാണ്. നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു സൽക്കർമ്മമാ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജനങ്ങൾക്ക് തടസ്സമാകുന്നത് ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകനപടന്ന് വിശദീകരിക്കുന്നല്ല, പ്രവാചകനപടന്ന് ഓർമ്മപ്പെടുത്തുകയാ. വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ളാഹി പറയുകയാ, അന്നിബ്നു റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അകല അഹദുകും ഫല്യഅകുലു ബിയമീനിഹി വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനിഹി ഫഇന്ന ശൈത്വാന യഅകുബു ബിസിമാലിഹി വയശ്റബു ബിസിമാലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഇടത് കൈകൊണ്ട് വെള്ളവും മറ്റുള്ളതും കുടിക്കൽ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളതൊരു പാപമായിട്ട് കാണുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കും, നോമ്പ് പിടിക്കും, എല്ലാ സൽക്കർമ്മവും ചെയ്യും. പക്ഷേ വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മളിൽ പലരും ഈ ഇടത് കൈ കണ്ടാ കുടിക്കണം. കാരണം അതിന് നൽകേണ്ട ഒരു പരിഗണന നമ്മൾ നൽകാറില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്ത ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽ ഒരാൾ ഭക്ഷിക്കുകയാണെങ്കിൽ തന്റെ വലത് കൈ കൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് കഴിക്കുക, നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് തന്നെ കുടിക്കുക. നമ്മളെങ്ങനെ തിന്നുവാണെങ്കിൽ വലത് കൈ, കുടിക്കുവാണെങ്കിൽ ഇടത് കൈ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താടിയും തഴമ്പൊക്കെ ഉസ്താദ് വായിരിക്കും, നോക്കിയാൽ കാണാൻ ചില സമയത്ത്
ചില സമയത്ത് കഴിക്കുന്ന സമയത്ത് ഇടത് കൈ എടുത്തുകൊണ്ട് കുടിയ എങ്കിലും റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്തേ കാരണം? എന്തുകൊണ്ടാണ് നീ ഇടത് കൈകൊണ്ട് കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം, ശൈത്താനാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടത് കൈകൊണ്ട് കുടിക്കരുതെന്ന് പറയാനുള്ള കാരണം, ഇടത് കൈകൊണ്ട് കുടിക്കുന്നതാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശൈത്താന്റെ സ്വഭാവമാണ്. ശൈത്താന്റെ സ്വഭാവമാണ് ഇടത് കൈകൊണ്ട് കുടിക്കുക. അതുകൊണ്ടാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലത് കൈകൊണ്ടാണ് വെള്ളം കുടിക്കേണ്ടത്. വെള്ളം കുടിക്കുന്നതിന് അത്യാവശ്യത്തിനൊക്കെ കുടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാറില്ല, ഇടത് കൈകൊണ്ടെടുത്ത് കുടിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചിലരാണെങ്കിൽ പിന്നെ ഇടത് കൈകൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകളിൽ വെച്ചിട്ട് കുടിക്കുന്നവരുണ്ട്. പക്ഷേ പഴയ തലമുറകളൊക്കെ വെള്ളം കുടിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളമെടുത്ത് വലത് കൈയുടെ ഉൾഭാഗത്ത് വെക്കാറുണ്ട്. കാരണം പണ്ടുള്ളവർ പറയും, ഭക്ഷണം കഴിക്കുന്ന സമയം കൈയുടെ ഉൾഭാഗത്ത് പറ്റാൻ പാടില്ല. അവർ വെള്ളമെടുത്തുകൊണ്ട് കൈയുടെ ഉൾഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കും. എന്നാലും വലത് കൈ കൊണ്ട് കുടിക്കാറുള്ളൂ. കാരണം അതൊരു വലിയ സുന്നത്താണ്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത്. അപ്പൊ അങ്ങനെ കുടിക്കാൻ കഴിയുന്നവരങ്ങനെ, അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മുകൾ ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുക. എന്നാലും ഇടത് കൈ കൊണ്ട് കുടിക്കരുത്. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് ശൈത്താനാണ്. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ശൈത്താനാ. നിങ്ങളത് പിൻപറ്റല്ലേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഇതൊരു പാപമായിട്ട് നമ്മളിൽ അധികം പേരും കാണാറില്ല. ഇതൊരു വലിയ തെറ്റായിട്ട് വേണമെങ്കിൽ ചോദിക്കും, ഉസ്താദേ, ഇപ്പൊ ഇത് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നരകത്തിൽ പിടിച്ചിടുവോ? ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചതിന്റെ പേരിൽ ആ നരകത്തിൽ, അപ്പൊ കള്ളുകുടിയന്മാരൊക്കെയോ? അവർക്കല്ലേ നരകം? എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പാപമല്ലെന്ന് ആരാ പറഞ്ഞത്? മൂന്നാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം, മാതാപിതാക്കള് കേൾക്കണം, മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, മക്കളെ സ്നേഹിക്കണ്ട എന്ന് പറയുന്നില്ല, മക്കളെ താലോലിപ്പിക്കണ്ട എന്ന് പറയുന്നില്ല. പടച്ചവനെ, മാതാപിതാക്കൾ കേൾക്കണം, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത മക്കളുള്ള മാതാപിതാക്കൾ. നിങ്ങളെ കേൾക്കണേ പൊന്നുമോള്, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, നബി മൂസാ റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹല്ലുൽ ലിനാസി ഉമ്മതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല. ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയാം. മുസ്ലിമീങ്ങളായ ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എല്ലാരും പറയും, ഉസ്താദ്, അത് വലിയ ആൾക്കാർക്കല്ല, കുട്ടികൾക്ക് ധരിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ടോ ഷൗക്കണ്ണേ? കുട്ടികൾക്ക് സ്വർണം ഇടുന്നതിൽ കുഴപ്പമുണ്ടോ? ആൺകുട്ടികൾക്ക് എന്താ ഗജാന്തി? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആണുങ്ങൾ സ്വർണം ധരിക്കാൻ പാടില്ല. ഹലാലാണോ ഹറാമാണോ? ഹറാമാണ്. അപ്പൊ നമ്മളത് അത് ആണുങ്ങളല്ലേ നിങ്ങൾക്ക് സ്വർണം, കുട്ടികൾക്കൊക്കെ ധരിക്കാം, കുട്ടികൾക്കൊക്കെ, ആൺകുട്ടികൾക്കൊക്കെ ധരിക്കാം. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വ്യക്തമായി കേൾക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എന്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും അനുവദിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സ്വർണവും പട്ടും അനുവദിക്കപ്പെടുകയും ആൺവർഗത്തിനത് നിഷിദ്ധമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആണുങ്ങൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, പട്ട് ധരിക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർണം ധരിക്കാം. മറ്റൊരു ഹദീസ് പ്രവാചകൻ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരാളുടെ വിരലിൽ സ്വർണ്ണമോതിരം അണിഞ്ഞതായി കാണുകയാണ്. ഒരു സഹാബിയുടെ കയ്യിൽ സ്വർണ്ണമോതിരം കിടക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സ്വഹാബിയെ വിളിക്കുകയാണ്. സ്വർണ്ണമോതിരം ധരിച്ചുകൊണ്ട് നടക്കുന്ന സ്വഹാബിയെ വിളിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിൽ കിടക്കുന്ന സ്വർണ്ണമോതിരം അവിടെ നിന്ന് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറയുകയാ,
റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവിടുന്ന് മുത്തുനബി പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും തീക്കനൽ തന്റെ കയ്യിൽ വെക്കാൻ ഇഷ്ടപ്പെടുമോ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു സഹാബിയുടെ കയ്യിൽ മോതിരം കിടക്കുന്നത് കണ്ടപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അതിൽ ഊരി വലിച്ചെറിഞ്ഞിട്ട് പറയുകയാ, ഇവിടെ നിന്ന് പറഞ്ഞു, ഒരാളുടെ കയ്യിൽ തീക്കട്ട കിടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവിടുന്ന് ചരിത്രം പറയുകയാ, ഈ മോതിരം വലിച്ചെറിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പോയി ആ സഹാബിയോട് ചോദിച്ചു, ആണുങ്ങൾ മോതിരം സ്വർണം ഇടരുതെന്ന, അത്രേ ഉള്ളൂ, നിങ്ങൾ വേണമെങ്കിൽ അത് പോയി എടുക്കാൻ. അദ്ദേഹം പറഞ്ഞു, റസൂലുള്ള വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഊരി വലിച്ചെറിഞ്ഞത് എനിക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ആണുങ്ങൾ ധരിക്കാൻ പാടില്ല എന്നുള്ള ഈ ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരാണ് ധരിക്കാൻ പാടില്ലാത്തത്. കുട്ടികൾക്കൊക്കെ, ആൺകുട്ടികൾക്ക് ഇപ്പൊ സ്വർണം ധരിപ്പിച്ചു കൊടുക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. ഇന്നത് സമൂഹത്തിൽ ധാരാളമായി നമ്മൾ കാണുന്നു ആൺകുട്ടികൾക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, സ്വർണം ധരിപ്പിക്കൽ പാടില്ലാത്തതാണ്. അത് ധരിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ മാതാപിതാക്കളാ, അതാ മനസ്സിലാക്കണ്ടേ. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ മാതാപിതാക്കൾക്കാണ്. ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടി ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക്. അത് അതാണ് മാതാപിതാക്കൾക്കാണ് തെറ്റാണെങ്കിലും നന്മയാണെങ്കിലും പ്രതിഫലം. ഇതുപോലെ തന്നെയാണ് ഈ ചെറിയ കുട്ടികൾക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർണം ഇട്ടുകൊടുക്കുക. അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം, ഉസ്താദെ, പ്രസവിച്ച ഉടനെ ചെറിയ കുട്ടികൾ, അതുകൊണ്ട് ചില മഹത്തുക്കൾ പറയുന്നുണ്ട്, ഈ പാലുകുടി പ്രായം വരെ, അതുകൊണ്ടാണ് പാലുകുടി പ്രായം. ഒരു കുട്ടി പാല് കുടിക്കുന്നത് 2 വയസ്സ് വരെ അല്ലേ? 2, 3 ഇല്ലെന്ന്, 2 വയസ്സ് വരെ പാല് കൊടുക്കേണ്ടത് അല്ലേ? 2 വയസ്സ് വരെ പാല് കൊടുക്കണം, മാതാവിന്റെ ബാധ്യതയാണ്. അപ്പൊ ഈ 2 വയസ്സ് വരെയൊക്കെയാണ് എന്ത് ചെയ്യുക, ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ സ്വർണം ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഊരിയെടുക്കും. ഇതിപ്പോ 2ഒന്നുമല്ല, പടച്ചവൻ 5ഉം 6ഉം എന്തിനാപ്പോ 10-40 വയസ്സുള്ളവൻ വരെ സ്വർണ്ണമോതിരം ഇട്ട് നടക്കും, മാല ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് ഇമാമുകൾ പറയുകയാണ്, ആൺകുട്ടികൾ സ്വർണം ധരിച്ചാൽ അതിന്റെ പാപം അവനല്ല, അവന്റെ മാതാപിതാക്കൾക്കാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ ഉറപ്പുപ്പെടുത്തുന്നു, മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ആൺകുട്ടികൾക്ക്, അതാ പടച്ചവനെ, പാലുകുടി പ്രായമെല്ലാം കഴിഞ്ഞ മക്കൾക്ക് സ്വർണം ഇട്ടുകൊടുക്കുന്ന മാതാപിതാക്കളോട്, ആ മക്കളെ സ്വർണം ധരിപ്പിച്ചതിന്റെ പാപം നിന്റെ തലയില. അള്ളാഹുവിന്റെ മുന്നിൽ വാപ്പയായ നീ, ഉമ്മയായ നീ, നിന്റെ ആൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊടുത്തതിന്റെ പാപം അള്ളാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീന ഞാൻ പറയുന്നത്, ഞാൻ ഹദീസാണ് പറയുന്നത്, അല്ലാതെ എനിക്ക് ചുമ്മാ കയറി പറയാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർണം ധരിക്കുന്നത് നിങ്ങൾ അപ്പൊ ചോദിക്കുമല്ലോ, പിന്നെ എല്ലാവരും ചങ്ങലയൊക്കെ വെള്ളി ധരിക്കുന്നവരുണ്ട്, അപ്പൊ ആണുങ്ങൾ പടച്ചവന് വെള്ളി ധരിക്കാമല്ലോ. ആണുങ്ങൾ വെള്ളി ധരിക്കാമെന്ന് പറഞ്ഞാൽ മോതിരം ധരിക്കാമെന്നാ, അല്ലാതെ കയ്യിൽ ചങ്ങലിട്ടുകൊണ്ട്, കഴുത്തിൽ ചങ്ങലിട്ടുകൊണ്ട് നടക്കാമെന്നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന വലിയവന്റെ കയ്യിലും കാണാൻ ചങ്ങല. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും സ്വർണം ധരിക്കുന്നത് ഒഴിവാക്കണം. ആ ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാൻ പാടില്ല, അവന്റെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു 4. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ, കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്ഖാലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, അന്യ സ്ത്രീകളെ കാണുന്നവരുണ്ടല്ലോ, അതാ അന്യ സ്ത്രീകളെ നോക്കുന്നവരുണ്ടല്ലോ, പടച്ചവനെ അത് തെറ്റാണെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതാ പടച്ചവനെ, മറ്റുള്ള പെണ്ണുങ്ങളെ നോക്കി നടക്കലുണ്ടല്ലോ, അന്യ പെണ്ണിന്റെ ശരീരം കണ്ട് ആസ്വദിക്കല്, ഔറത്തുകൾ കാണല്, ഇത് പാപമാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. عن بريدة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم يا علي لا تتبع النظرة. അല്ലാഹുവിന്റെ പ്രവാചകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, അലിയേ, നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത്.
ഒരു പെണ്ണിനെ നോക്കിപ്പോയി, യാദർശികമായ ഒരു പെണ്ണിനെ നോക്കിപ്പോയി. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അലിയേ പിന്നെയും നീ നോക്കരുത്, കാരണം ആദ്യത്തിന് നീ പൊറുക്കപ്പെടും, എന്നാൽ രണ്ടാമത്തത് അതല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുകയാ. പ്രവാചകൻ പറഞ്ഞു, പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, അന്യ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ചോദിക്കും, ഉസ്താദ് നമ്മൾ നോക്കി പോകുമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ ഒന്നാമത് നോക്കിയതിനെ തുടർന്ന് പിന്നെയും നീ നോക്കരുത്. യാദൃശികമായി ഒന്ന് നോക്കി കണ്ണ് താഴ്ത്തണം, പിന്നെ നീ നോക്കരുത്. ഒന്നാമത്തത് ആദ്യത്തിന് നീ പൊറുക്കപ്പെടും, എന്നാൽ രണ്ടാമത്തത് അങ്ങനെയല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസ് കാണാം, അബ്ദുല്ലാഹിൽ ബജ്ലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പെട്ടെന്നുള്ള നോട്ടം, പെട്ടെന്നുള്ള നോട്ടം, ആ നോട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത് അല്ലാഹു പൊറുക്കപ്പെടുമെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീകളെ നോക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു നമ്മുടെ കണ്ണുകളെ നമുക്ക് സൂക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ കണ്ണിലേക്ക് അല്ലാഹു ഈയമുരുക്കി ഒഴിക്കുമെന്ന, അന്യ പെണ്ണുങ്ങളെ നോക്കുന്നവർ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവർ, അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു ഈയമുരുക്കി ഒഴിക്കും. എന്തിന്? അവരുടെ അവസാനം പോലും മോശമായി പോകാൻ അത് കാരണമാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമതായിട്ട് പ്രവാചകൻ പറയുന്നു, അന്യ സ്ത്രീയോടൊപ്പം തനിച്ചിരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യദ്ഖുലന്ന റജുലൻ ബിഇംറഅത്തിൻ ഇല്ലാ കാന സാലിസുഹുമാ അശ്ശൈത്വാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് വ്യക്തമായി പറയുകയാണ്, ഒരു പുരുഷനും അന്യ സ്ത്രീയുമായിട്ട് ഒറ്റപ്പെടുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പുരുഷൻ അന്യ ഒരു പെണ്ണുമായിട്ട് ഇരിക്കാൻ പാടില്ല. ഒരു പുരുഷൻ അന്യ ഒരു പെണ്ണുമായിട്ട് ഇരിക്കാൻ പാടില്ല. അങ്ങനെ അവരവിടെ ഇരുന്നാൽ മൂന്നാമനായിട്ട് പിശാച് ഉണ്ടായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ, ഒരു അന്യ പെണ്ണിന്റെ കൂടെ ഒരു പുരുഷൻ ഇരുന്ന് കഴിഞ്ഞാൽ അവര് രണ്ടുപേരുമല്ല, മൂന്നാമതൊരുത്തം കൂടെ വരും. ശപിക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വരും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടാണ് നബി പറഞ്ഞത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റയ്ക്കാകുന്നതിനെ പ്രവാചകൻ അവിടെ നിന്ന് വിരോധിച്ചിരിക്കുകയാ, അവിടെ നിന്ന് നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കരുത്. ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുടുംബത്തിലല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യ പെണ്ണുമായിട്ടൊരു പുരുഷൻ രണ്ടുപേരും ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല. കാരണം ഇബ്ലീസ് മൂന്നാമനായി കടന്നു വരും. മൂന്നാമനായിട്ട് അവിടെ കടന്നു വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന, രക്തമോടുന്ന നരമ്പുകളിലൂടെ ഇബ്ലീസ് സഞ്ചരിക്കും, എന്നിട്ട് അവരെ വഴിപിഴപ്പിച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തോടു കൂടി നാം ശ്രദ്ധിക്കേണ്ട കാര്യം 5 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്ത്രീ മഹ്റമിനോടൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറയാതിരിക്കല നല്ലത്, ഇതൊക്കെ പറയാതിരിക്കല. ഇന്നത്തെ ഉംറയൊക്കെ പിന്നെ ഒന്നും പറയാൻ കഴിയില്ല, ഉംറയ്ക്കൊക്കെ പോകുന്നില്ലേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ലാ യഖുല്ലൂന അർ-റജുല ബിഇംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മുഹറമിൻ വലാ തുസാഫിറൽ മർഅതു ഇല്ലാ മഅദി മഹദി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒറ്റയ്ക്കാകാൻ പാടില്ല, മഹ്റമായവരോടൊപ്പമല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹ്റമിനോടൊപ്പമല്ലാതെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ എടുത്ത് വല്ല ജയിലിലും കൊണ്ടിടും. ഇന്ന് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിനെ കുറിച്ചൊക്കെ, ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ചർച്ചകളൊക്കെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചാണ്. എല്ലാ ആണുങ്ങളെ പോലെ അവരും ആകണമെന്നുള്ള ചിന്തയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹ്റമുണ്ട്, വാപ്പ, അതുപോലെ തന്നെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ പിന്നെ ഒറ്റയ്ക്ക് മഹ്റമിന്റെ കൂടെ യാത്ര ചെയ്യണം. നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യം. ഇതൊക്കെ നിസ്സാരമായി നമ്മൾ തെള്ളിക്കറിയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ അവിടെ 6-മതായി പറയുന്നു, അന്യ സ്ത്രീയുടെ കയ്യിൽ മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല.
റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്യ ഒരു സ്ത്രീയുമായി ഹസ്തദാനം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഷേക്കാൻഡ് കൊടുക്കുക. കൂടെ പഠിക്കുന്നവർ, കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇപ്പൊ അങ്ങനെയാണല്ലോ, ഉദ്യോഗസ്ഥന്മാരൊക്കെ കൈ കൊടുക്കുക, ആണായാലും പെണ്ണായാലും. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയെ സ്പർശിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാ, അല്ലാഹുവേ, പടച്ചവനെ, കൂട്ടുകാരെ കാണുമ്പോ, കൂടെ പഠിച്ചവരെ കാണുമ്പോ, കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെ കാണുമ്പോ, കൂടെ ജോലി ചെയ്യുന്നവനെ കാണുമ്പോ, പടച്ചവനെ, കൈ കൊടുത്തിട്ട് ഷേക്കാൻഡ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, എടാ, ഒരന്യ പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാളും നല്ലത്, ഒരന്യ പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാളും നല്ലത് ഇരുമ്പിന്റെ സൂചി കൊണ്ട് തലയിൽ തറയ്ക്കുന്നതാണ് അയാൾക്ക് ഉത്തമമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. യുവതലമുറ കേൾക്കണേ, ആധുനിക മുസ്ലിം കേൾക്കണേ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഒരന്യ പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് ഷേക്കാൻഡ് ചെയ്യുന്നവരെ, ഒരു അന്യ പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാളും നല്ലത്, ഒരന്യ പുരുഷന്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാളും നല്ലത് ഇരുമ്പിന്റെ സൂചിയെടുത്തിട്ട് നിന്റെ തലയോട്ടിക്കകത്തേക്ക് അടിച്ചിറക്കിക്കോ, അതാണ് നിനക്ക് ഉത്തമം. ആ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ, ആ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം എന്തെന്നറിയുമോ? നിന്റെ തലയോട്ടിക്കകത്ത് ആണി അടിച്ചിറക്കല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവേ, കൂടെ പഠിച്ച പെണ്ണിനെ കാണുമ്പോൾ അവളുടെ കയ്യിൽ പിടിക്കാൻ ഓടുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുമോ? ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാൾ നല്ലതെന്തെന്നറിയുമോ? കാഷ്ടത്തിന്റെ അകത്ത് കിടക്കുന്ന പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, കാഷ്ടം തിന്നുന്ന, വേസ്റ്റുകൾക്കിടയിൽ കിടക്കുന്ന ആ പന്നി എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, തിന്നാ പാടില്ലല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമല്ലോ. ആ പന്നി എന്ന് പറയുന്ന മൃഗമതാ വേസ്റ്റിന്റെ അകത്ത് കിടക്കുന്നത് കണ്ടാ അതിനെ പോയി കെട്ടിപ്പിടിക്കലാ നിനക്ക് നല്ലത്. ഒരന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നതിനേക്കാളും നല്ലത് ആ പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ്. കാരണമെന്തും അറിയോ? 7 വെള്ളത്തിൽ കഴുകിയാ അത് ശുദ്ധമാകുമല്ലോ. ഇത് വ്യഭിചാരമല്ലേ? എവിടെ കൊണ്ടുപോയി കഴുകാനാ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, വലാ വല്ലാഹി മാ മസ്തത് യദു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദംറഅത്തുന. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിനെ തന്നെ സത്യം, അല്ലാഹുവിനെ സത്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരമുണ്ടല്ലോ ഒരു സ്ത്രീയുടെയും കരവുമായി സ്പർശിച്ചിട്ടില്ല. ലോകത്തിന്റെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈയുണ്ടല്ലോ ഒരന്യ പെണ്ണുമായിട്ട് മുത്തുനബി കൈ, മുത്തുനബിയുടെ കൈയെന്ന് തൊട്ടിട്ട് പോലുമില്ല. അവിടെന്ന് പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് കരാറ് ചെയ്താൽ, അവിടെന്ന് ബൈഅത്ത് ചെയ്യുകയാണെങ്കിൽ പോലും വാക്കിലൂടെ മാത്രമേ ബൈഅത്ത് ചെയ്യൂ. പെണ്ണുങ്ങളാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണുങ്ങൾ വന്നിട്ട് കരാറ് ചെയ്താൽ കൈ കൊടുത്തിട്ടല്ല കരാറ്, അത് പ്രവാചകൻ വാക്കിലൂടെ ഒരു പെണ്ണിന്റെയും കയ്യിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ശരീരത്തിൽ തൊട്ടിട്ടില്ല എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. അന്യ സ്ത്രീകളുടെ കൈ സ്പർശിക്കുന്നത് കൊണ്ട് അത് വ്യഭിചാരമായിട്ടാണ് മുത്തുനബി പഠിപ്പിച്ചത്, അത് വ്യഭിചാരമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കണ്ണുകളും വ്യഭിചരിക്കും, 2 കരങ്ങളും വ്യഭിചരിക്കും,
ഇരു കാലുകളും വ്യഭിചരിക്കും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഗുഹ്യഭാഗങ്ങളും വ്യഭിചരിക്കും. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ, കണ്ണുകൊണ്ട് നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരം, ചെവി കൊണ്ട് കേൾക്കുന്നത് ചെവിയുടെ വ്യഭിചാരം, നാവ് കൊണ്ട് പറയുന്നത് നാവിന്റെ വ്യഭിചാരം, കൈകൊണ്ട് പിടിക്കുന്നത് കൈയുടെ വ്യഭിചാരം, നടക്കല് കാലിന്റെ വ്യഭിചാരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഹസ്തദാനം ചെയ്യാൻ പാടില്ല പെണ്ണുങ്ങളെ, അന്യ പെണ്ണുങ്ങളുമായി ഹസ്തദാനം ചെയ്യാൻ പാടില്ല എന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടെ നിന്ന് അടുത്തതായി പറയുകയാ. വളരെ ഗൗരവത്തോടു കൂടി കേൾക്കുക. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട്